കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസുകൾ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയോ? ലക്ഷണം കണ്ട് രോഗമറിയാൻ പഠിക്കാം. കമ്പ്യൂട്ടർ വൈറസുകളെക്കുറിച്ചും അവ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും കാലങ്ങളായി നാം ഏവരും കേൾക്കുന്നുണ്ട്. വൈറസുകളും വേമുകളും സ്പൈവെയറുകളും ട്രോജൻസും അടക്കമുള്ള അപകടകരമായ പ്രോഗ്രാമുകളെയും സോഫ്റ്റ്വെയറുകളെയും എല്ലാം പൊതുവെ വിളിക്കുന്ന പേരുകളാണ് മാൽവെയറുകൾ. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് എല്ലാ മാൽവെയറുകളുടെയും രൂപവും ഭാവവും മാറിക്കൊണ്ടുമിരിക്കുന്നു. ഇവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കും തട്ടിപ്പുകൾക്കും ഇരയാകുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. വൈറസുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ സ്ലോ ആക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുക, പേഴ്സണൽ വിവരങ്ങൾ തട്ടിയെടുക്കുക, സിസ്റ്റത്തിന്റെ മൊത്തം ആക്സസ് കയ്യിലാക്കി ദൂരത്തിരുന്ന് ഡിവൈസ് കൺട്രോൾ ചെയ്യുക എന്നിവയെല്ലാമാണ് വൈറസുകളുടെ ലീലാവിലാസങ്ങൾ. ഇമെയിൽ അറ്റാച്ച്മെന്റ്സിലൂടെയും ഇൻഫെക്റ്റഡ് സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെയും കുഴപ്പം പിടിച്ച വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിലൂടെയും വൈറസുകൾ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ എത്താൻ സാധ്യത കൂടുതലാണ്. ഒരിക്കൽ സിസ്റ്റത്തിൽ എത്തിയാൽ പിന്നെ യൂസറിന്റെ അനുവാദമില്ലാതെ തന്നെ സിസ്റ്റം സെറ്റിംഗ്സിലടക്കം മാറ്റം വരുത്താൻ വൈറസുകൾക്ക് സാധിക്കുന്നു. കമ്പ്യൂട്ടറിനെ വൈറസുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും പുതിയ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴുമൊക്കെ ജാഗ്രത പാലിക്കുകയും വേണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. പെർഫോമൻസ് കുറയുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുക. കമ്പ്യൂട്ടർ സ്ലോ ആകുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഇത് OS അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്ന ബഗുകൾ കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ പ്രശ്നങ്ങൾ ആയിരിക്കാം. ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ ബാധിക്കുന്ന തരത്തിലുള്ള വൈറസോ മാൽവെയറോ സിസ്റ്റത്തിലുണ്ടെങ്കിലും പെർഫോമൻസ് കുറയുന്നു. ബൂട്ട് സ്പീഡ് കുറയുന്നത്, ആപ്പുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ ലോഡാവാൻ കൂടുതൽ സമയമെടുക്കുന്നത്, സിസ്റ്റം മൊത്തത്തിൽ സ്ലോ ആകുന്നതുമൊക്കെ വൈറസ് കയറിയിട്ടുണ്ട് എന്നതിനുള്ള ചില സൂചനകളാണ്. CPU, ഇന്റർനെറ്റ് എന്നിവയുടെ ഉപയോഗം ക്രമരഹിതമായി കൂടുന്നതും സ്വാഭാവികമല്ലാത്ത പ്രോസസ്സുകളും, വൈറസുകളടക്കമുള്ള മാൽവെയറുകൾ കൊണ്ട് തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നത് ഫിഷിംഗ് അറ്റാക്കുകളും ഡേറ്റ മോഷണവുമാണ്. ഇവ മിക്കവാറും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നവയാകുമ്പോൾ CPU ഉപയോഗവും വർദ്ധിക്കുന്നു. തട്ടിയെടുത്ത ഡേറ്റ കൈമാറുന്നത് വഴി ഇന്റർനെറ്റ് യൂസും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ തനിയെ ഷട്ട് ഡൗണും റീസ്റ്റാർട്ടും ഒക്കെ ആവുക, ആപ്പുകൾ തനിയെ പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള അസ്വാഭാവിക പ്രോസസ്സുകളും വൈറസിന്റെ ലക്ഷണങ്ങളാണ്. അനാവശ്യമായി പോപ്പപ്പുകളും പരസ്യങ്ങളും പ്രത്യക്ഷപ്പെടുന്നതും റെഡ് ഫ്ലാഗും. ഇതും വൈറസിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇന്റർനെറ്റ് പരസ്യങ്ങളിൽ നിന്നും സോഫ്റ്റ്വെയറുകളിൽ നിന്നുമാണ് ഏറ്റവും സാധാരണയായി വൈറസുകളും മറ്റു മാൽവെയറുകളും നമ്മുടെ ഡിവൈസുകളിലേക്ക് എത്തുന്നത്. ഇത്തരം സോഴ്സുകളിൽ നിന്നും യൂസർ അറിയാതെ തന്നെ മാൽവെയറുകളും ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. തുടർന്ന് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യുമ്പോൾ അനാവശ്യമായ പരസ്യങ്ങളോ പോപ്പപ്പുകളോ ഒരു കാരണവുമില്ലാതെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ഡിവൈസിൽ വൈറസ് കടന്നുകൂടിയിട്ടുണ്ടെന്ന് നമുക്ക് സംശയിക്കാം. സേവ് ചെയ്തിരിക്കുന്ന ഫയലുകൾ എവിടെ പോയി എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ലേ? സിസ്റ്റത്തിൽ ഫയലുകൾ സേവ് ചെയ്തിട്ടും അത് മറന്നുപോകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സേവ് ചെയ്തത് എവിടെയാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഫയലുകൾ കാണാതാകുന്നുവെങ്കിൽ, ഇത് ആവർത്തിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ വൈറസ് സാന്നിധ്യം സംശയിക്കാവുന്നതാണ്. വൈറസ് കയറി എന്നതിനുള്ള മറ്റൊരു തെളിവാണ് ഫോൾഡറുകൾക്കുള്ളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡറുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ഡിലീറ്റ് ചെയ്താലും ഇവ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. കമ്പ്യൂട്ടറുകൾ തുടർച്ചയായി ക്രാഷ് ആകുന്നതും കൂടുതൽ എറർ മെസ്സേജുകൾ വരുന്നതും എല്ലാം വൈറസിന്റെയും മാൽവെയറിന്റെയും സാന്നിധ്യം മൂലമായിരിക്കാനും സാധ്യതയുണ്ട്. ഇത്തരം പ്രോഗ്രാമുകൾക്ക് സിസ്റ്റത്തെ അൺസ്റ്റേബിൾ ആക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വെബ് ബ്രൗസർ, ടൂൾ ബാർ പോലുള്ള ആപ്ലിക്കേഷനുകൾ യൂസർ അറിയാതെ തന്നെ ഇൻസ്റ്റാൾ ആകുന്നതും പുതിയ ഡിഫോൾട്ട് സെർച്ച് പേജുകൾ മാറുന്നതുമെല്ലാം വൈറസ് സാന്നിധ്യത്തിന്റെ സൂചനകളാണ്. ചില വൈറസുകൾക്ക് ഡിവൈസിലെ ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾ ഡിസേബിൾ ചെയ്യാൻ പോലും സാധിക്കുന്നുവെന്ന് പ്രത്യേകം ഓർക്കുക. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ.
എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.